കൊച്ചിയിലെ മോഹൻലാലിൻ്റെ ഇളമക്കരയിലുള്ള വീട്ടിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നതും. അവിടെ നിരവധിയായിട്ടുള്ള ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. ജനപ്രതിനിധികളും ചലച്ചിത്ര ലോകത്തെ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള പ്രമുഖരും അവിടെ എത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരിക്ക് നിരവധിയായിട്ടുള്ള ആളുകൾ ആ അമ്മയെ ഓർക്കുകയുമുണ്ടായി. നേരത്തെ നമ്മോട് പ്രതികരിച്ചിരുന്നു ചലച്ചിത്ര ലോകത്തെ പ്രമുഖർ ആ അമ്മയുടെ ബന്ധത്തെപ്പറ്റിയും അമ്മയുമായിട്ടുള്ള അടുപ്പത്തെപ്പറ്റിയും ഒക്കെ ചില പ്രതികരണങ്ങളിലേക്ക് പോയ ശേഷം മടങ്ങിയെത്താം. എന്നെ സംബന്ധിച്ച് ഞാൻ മലയാളത്തിൽ അഭിനയിച്ച് തുടങ്ങിയ കാലം മുതലുള്ള എൻ്റെ ഓർമ്മ, അതിനു മുൻപ് എൻ്റെ അമ്മയ്ക്കൊക്കെ അറിയാം. ശാന്തമ്മയും എൻ്റെ അമ്മയുമായിട്ടൊക്കെ നല്ല ബന്ധമാണ്. വിശ്വനാഥാങ്കളുമായിട്ടും ഒക്കെ അടുത്ത ബന്ധമാണ്. എനിക്കവർ രണ്ടുമായിട്ടും, ലാലേട്ടൻ്റെ അമ്മയുമായിട്ടും അച്ഛനുമായിട്ടും, ഞാൻ തിരുവനന്തപുരത്ത് എപ്പോൾ പോയാലും ഒരിക്കലെങ്കിലും അവിടെ പോയില്ലെങ്കിൽ അമ്മ എന്നോട് പരിഭവിക്കും. എപ്പോഴും പോകാറുണ്ട്, ഞാൻ പോകുമ്പോഴൊക്കെ പോകാറുണ്ട്. ഞാൻ അവിടെ വരുന്നു എന്നെങ്ങാനും അമ്മ അറിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി വെക്കും. അതിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ചക്കവരട്ടിയായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, ഒരുപാട് സന്ദർഭത്തിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക്, അമ്മയുടെ കളിയും ചിരിയും കാര്യങ്ങളും ഒക്കെ. എന്നാലും അത് ഇനി ഒരിക്കലാകാം. എന്തായാലും വലിയ വിഷമമുണ്ട്. ലാലേട്ടന് താങ്ങാനുള്ള ശക്തിയും പ്രാപ്തിയും ഈശ്വരൻ കൊടുക്കട്ടെ, ദൈവമേ. മകനെ സമ്മാനിക്കുന്നതിനൊക്കെ മുമ്പേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മോഹൻലാൽ എന്ന നടൻ എന്ന മകനായിരിക്കും അല്ലേ? എനിക്ക് മോഹൻലാൽ എന്ന് പറയുന്ന 5ൽ പഠിക്കുന്ന മോന്റെ കാലം തൊട്ട് ഞാൻ ആ ചേച്ചിയുമായിട്ട് സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് അങ്ങനെയൊക്കെയുള്ള അമ്മമാരെയൊക്കെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം ഈ പറഞ്ഞതുപോലെ. അത് വളരെ കുറച്ചേ ഉള്ളൂ, പഴയ തലമുറയിലൊക്കെ ഉള്ളവർക്കേ ഉള്ളൂ. അമ്മയ്ക്ക് സിനിമയെന്നോ രാഷ്ട്രീയമെന്നോ ഒന്നുമില്ല. ലാലുവിന്റെ കൂട്ടുകാർ വരുമ്പോ എന്റെ മോന്റെ കൂട്ടുകാര്, അല്ലാത്തവര് വരുമ്പോ എന്റെ പരിചയക്കാര്, അതൊന്നും അല്ലാത്ത നാട്ടിൽ നിന്നൊക്കെ വരുമ്പോ അവര് ബന്ധുക്കൾ. ആര് വന്നാലും അമ്മയാ. ഒരു വീട്ടിലെ അമ്മ എന്ന് പറഞ്ഞാൽ എന്താണോ അതാണ് ആ അമ്മ. തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നു എല്ലാരും വിളിച്ച് പറഞ്ഞു. അപ്പൊ എനിക്കൊന്ന് കാണാൻ പറ്റുമല്ലോ എന്നുള്ളതാണ്. കാരണം ഈ അടുത്ത കാലത്ത് കുറച്ചൊരു കാലിന്റെ ഒക്കെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് വളരെ ഒരുപാട് വിസിറ്റുകൾ പോകാൻ പറ്റാത്ത ചേച്ചിയെ കണ്ട് ഇതിന്റെ ഇടയ്ക്കൊന്ന് പോയിരുന്നു ഞാൻ എന്റെ സഹോദരനൊക്കെ ആയിട്ട്. പക്ഷെ അതിന് മുമ്പ് എന്തായാലും ചേച്ചി ശാന്തമ്മ ചേച്ചി എന്ന് പറഞ്ഞാൽ അത് എനിക്ക് എന്താ പറഞ്ഞതെന്ന് അറിയത്തില്ല. കാരണം ചില ആൾക്കാർ പോകുമ്പോ നമുക്ക് ആരും നഷ്ടപ്പെട്ടു പോയൊരു വല്ലാത്തൊരു വിഷമമുണ്ട്. ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല, നിങ്ങൾക്കത് അറിയാമല്ലോ. പക്ഷെ ശാന്തമ്മ ചേച്ചിയൊക്കെ പോവാന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ അമ്മയുടെ സഹോദരി പോകുന്നത് പോലും, അല്ലെങ്കിൽ അമ്മ പോയതിനു ശേഷം ഒരു പക്ഷേ നമുക്കൊക്കെ ഒരു ചേച്ചിയൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാൻ. വയ്യാതെ കിടന്നാൽ പോലും ചേച്ചിയെ കാണുമ്പോൾ നമുക്ക് പഴയ കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഒരു ഓർക്കാൻ നന്നായിട്ട് ചേച്ചിക്ക് വയ്യാന്നൊക്കെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ അമ്മയെ കൊണ്ട് നടക്കുന്നത് കൊണ്ട് ഞാനിങ്ങനെ ഇന്നലെ ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ അരുവിനെ കണ്ടിരുന്നു. ഞാനൊരു ചടങ്ങിൽ വെച്ചിട്ട് ഈ പറഞ്ഞതുപോലെ എനിക്കിത് പെട്ടെന്ന് പോയ വാർത്ത കേട്ടപ്പോ ഒരു ഞെട്ടലെനിക്ക്. തീർച്ചയായിട്ടും. കാരണം ലാൽ സാറിന്റെ അമ്മ എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ ഒരു സ്നേഹത്തിന്റെ ഒരു പര്യായം എന്ന് ഞാൻ പറ്റില്ല. കാരണം ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്, ആ അമ്മയുടെ അടുത്ത് ചെന്നിരുന്നിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം എനിക്ക് കാണാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. കാരണം ഒന്നാമത് മോഹൻലാൽ സാറിന്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു പീരീഡ് ഉണ്ട്. മാന്ത്രികം പോലെ, ഗുരു